നീ ശാസിക്കുന്നവനാണ് നല്ലവനെന്ന് വേദപുസ്തകം പഠിപ്പിക്കുന്നു. അറം പറ്റിയ വാക്കുകൊണ്ട് ഒത്തിരി പ്രാവശ്യം നമ്മളെ സ്നേഹിച്ചിട്ടും കരുതിയിട്ടും ശാസിച്ചിട്ടും അവസാനം ഒരു ദിവസം എത്ര തല്ലിയാലും നന്നാവാകാതെ, എത്ര പറഞ്ഞാലും മനസ്സിലാകാതെ, സ്തോത്രം, ഇതിൽ നിന്ന് ഇറങ്ങുമ്പോൾ പഴയ ജീവിതം തന്നെ നയിക്കുന്നവനോട് ഒരു ദിവസം ദൈവം പറയും, ഇനി ഞാൻ ഒരു ഉപദേശിയെ നിന്നെ ഉപദേശിക്കാൻ വീട്ടിൽ വിടില്ലടാ, ഇനി നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഞാൻ ആരെയും വിടില്ലടാ, ഇനി ഞാൻ ശാസിക്കില്ല, നീ നിന്റെ ഇഷ്ടത്തിന് പൊക്കോ എന്ന് പറയേണ്ട ഒരു സ്ഥിതി വന്നാൽ, അങ്ങനെ ഒരു സ്ഥിതി വന്നാൽ എന്നെ കേട്ട് ഞെട്ടിയിരിക്കുന്ന ദൈവമക്കളെ, അത് ഏറ്റവും വലിയ അധപ്പതനമായിരിക്കും. ഞാൻ ശാസനയുടെ ചില ഗുണങ്ങൾ പറയാം ഈ സഭായോഗത്തിൽ. സ്തോത്രം, നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കണം, എന്നെ ശാസിച്ച് വളർത്തണം, എൻ്റെ മക്കളെ അങ്ങനെ വളർത്തണം. 50-ാം സങ്കീർത്തനത്തിൻ്റെ 8-ാം വാക്യം നിങ്ങൾ അടിവരയിട്ടിട്ട് ആ വാക്യത്തെ ഗൗരവമായി കാണണം. നമുക്ക് ബോധിച്ചതുപോലെ വ്യാഖ്യാനിക്കാനോ നമുക്ക് ബോധിച്ചതുപോലെ ആത്മീയതയെ കൊണ്ടെത്തിക്കാനോ പറ്റിയല്ല. അതുകൊണ്ടാണ് സത്യസുവിശേഷത്തിൻ്റെ പ്രകാശനം ലഭിക്കുന്ന ദൈവത്തിൻ്റെ ദാസന്മാർ കർശനമായി ഈ കാര്യങ്ങൾ വിട്ടുവീഴ്ചയില്ലാതെ നഖശിഖാന്തം എതിർത്തുകൊണ്ട്, സ്തോത്രം, പൗലോസൊക്കെ എഴുതിയിരിക്കുന്ന പോലെ ഒരു നിമിഷം പോലും വിട്ടുകൊടുക്കാതെ ഈ കാര്യത്തിന് വേണ്ടി ആത്മീക കാഴ്ചപ്പാട് കിട്ടിയവർ പറയുന്നത് തെറ്റാണ്, അതിനനുകൂലിക്കാൻ പറ്റിയല്ല.